ഹായ്, നമുക്കറിയാം പതിറ്റാണ്ടുകളോളം മലയാളിയെ കുടുകുടാ ചിരിപ്പിച്ചും പലപ്പോഴുമൊക്കെ ചിന്തിപ്പിച്ചും നമുക്കിടയിലൂടെ ജീവിച്ചു പോയ ഒരു വലിയ മനുഷ്യൻ സലീം കുമാർ. അദ്ദേഹം ഈയിടെയായി നമുക്കിടയിൽ നിന്നും വിട പറഞ്ഞു പോയി. ഈ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതവും സാംസ്കാരിക ജീവിതവും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു പീരിയോഡിക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാഗസിൻ ഒരു ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കുകയാണെങ്കിൽ, സപ്പോസ് ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കുകയാണെങ്കിൽ അതിൻ്റെ കവറടക്കം വരുന്ന ഒരു ഫ്രണ്ട് പേജ്, ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ വരുന്ന ആ ഒരു സ്പ്രെഡ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ആ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കാം, എങ്ങനെ ആ ഒരു ലേഔട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു സാമ്പിളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു റിയൽ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ചെയ്ത പ്രോജക്റ്റ് അല്ല, ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാമ്പിളാണ്. സോ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നിങ്ങളുമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് അതുപോലെ ചെയ്ത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിച്ച് നിങ്ങൾക്കൊരു പേജ്, ഒരു മാഗസിൻ്റെ പേജ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോ നമുക്കതിൻ്റെ പ്രോസസ്സിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് റൈറ്റ് രണ്ട് പേജ് കൂടെ ഒരുമിച്ച് വരുന്ന ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു സ്പ്രെഡാണ്. A4 സൈസാണ് ഞാനിവിടെ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ആദ്യം ന്യൂ ഫയലിൽ പോയിട്ട് എൻ്റെ പേജ് സെറ്റ് ചെയ്യുകയാണ്. ഇവിടെ പ്രിൻറ്റിൽ വന്നിട്ട് A4 ഷീറ്റ്. ഓക്കെ, ഇതിൽ ഇവിടെ ഇപ്പോൾ രണ്ട് പേജ് ആക്കണം. നമുക്ക് 3 പേജ്, ഒന്ന് സിംഗിളായിട്ട് അവിടെ മുകളിൽ ഇൻഡിവിജ്വലായിട്ട് ഒരു സിംഗിൾ പേജ് വരും, താഴെ രണ്ട് ലെഫ്റ്റ് റൈറ്റ് ആയിട്ടുള്ളൊരു സ്പ്രെഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ടോട്ടലി ഞാനിവിടെ 3 പേജ് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ക്രിയേറ്റ് അടിച്ചു. നമുക്ക് ഈ പേജ് നമുക്ക് തൽക്കാലം അവോയ്ഡ് ചെയ്യാം, നമ്മളിതിലൊന്നും ചെയ്യുന്നില്ല. നമുക്ക് രണ്ടാമത്തെ പേജിലോട്ട് വരാം, രണ്ടാമത്തെ സെക്ഷനിലോട്ട് വരാം. റൈറ്റ് ലെഫ്റ്റ് ഈ പേജ്, ഇതിനകത്താണ് നമ്മൾ ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിതിന് മാർജിൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. മാർജിനിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് താഴെ ഭാഗത്ത് ഞാൻ കുറച്ചൊന്ന് സൈസ് കൂട്ടുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് പേജ് നമ്പർ, അതുപോലെ ഈ മാഗസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ചെയ്യുന്ന പുസ്തകത്തിൻ്റെ പേര്, ഡീറ്റെയിലൊക്കെ താഴെ കൊടുക്കുകയാണെങ്കിൽ താഴെ നമുക്ക് കുറച്ചൊന്ന് നമ്മുടെ ബോട്ടം ഏരിയ മാർജിൻ ഒന്ന് കയറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട് സൈഡിലേക്ക് വരുന്ന പോർഷൻസും കുറച്ചൊന്നുള്ളോട്ട് കയറ്റി കൊടുക്കാം. ഇവിടെ ഞാൻ തൽക്കാലം ബ്ലീഡ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ബ്ലീഡും കൂടെ ഒന്ന് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഔട്ട് സൈഡിലോട്ട് വരുന്ന ഏരിയ ഞാൻ കുറച്ചൊന്ന് അവിടെ ഗ്യാപ്പ് ഇടുന്നുണ്ട്, കാരണം പേജിൻ്റെ എഡ്ജിലോട്ട് വല്ലാണ്ട് മാറ്റർ കയറിയിട്ടുള്ളൊരു ഫീല് വരണ്ട എന്ന് കരുതിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാനത് ക്രിയേറ്റ് ചെയ്തിട്ട് ആദ്യം ലേ ഔട്ടിൽ പോകുന്നു. ലേ ഔട്ടിൽ വന്നാൽ മാർജിൻ ആൻഡ് കോളം, ഇവിടെ MM-ലാണുള്ളത് കേട്ടോ, മില്ലിമീറ്ററിലാണുള്ളത്. നമുക്കിതിൻ്റെ യൂണിറ്റൊക്കെ വേണമെങ്കിൽ പ്രിഫറൻസിൽ പോയിട്ട് മാറ്റാം, അതല്ല ഇനി ഇവിടെ വന്നാലും മാറ്റാം. ഈ സ്കെയിലിൽ ഈ ഒരു റൂളറിൽ വന്നിട്ട് നമുക്കിവിടെ സെൻറ്റിമീറ്റർ കൊടുക്കാം. ഈ രണ്ട് ഏരിയയിലുള്ള റൂളറിൽ വന്നിട്ട് സെൻറ്റിമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ സെൻറ്റിമീറ്റർ ആയിട്ടുണ്ടോ എന്നുള്ളത്. യെസ്, പ്രോപ്പർട്ടീസിൽ വന്നു കഴിഞ്ഞാൽ വിഡ്ത്തും ഹൈറ്റൊക്കെ അപ്പോൾ CM-ലാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് തന്നെ തിരിച്ച് വരുന്നു. മാർജിൻ ആൻഡ് കോളം ഇതിനകത്ത് ഇപ്പോൾ CM ആണുള്ളത്, സെൻറ്റിമീറ്ററിലാണുള്ളത്. മുഖ്യമന്ത്രിയല്ല, സെൻറ്റിമീറ്ററിലാണുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് മാർജിൻ ആൻഡ് കോളം എന്നുള്ളത് ഇവിടെ ഈ ലിങ്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നമുക്ക് സാധാരണ അറിയാം എല്ലായിടത്തും ഒരേ യൂണിറ്റ് നമുക്ക് കീപ്പ് ചെയ്യണമെങ്കിലാണ് ഇവിടെ ഈ ലിങ്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് അൺലിങ്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ബോട്ടമിൻ്റെ ഏരിയ മാത്രം ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ ബോട്ടമിൻ്റെ ഏരിയ 1.27 ഉള്ളത് ഞാനിവിടെ നിന്ന് 2 ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് പ്രിവ്യൂവിൽ ഇങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. ഓക്കെ, ഇത്ര സൈസ് ഇവിടെ കുറച്ച് കൂട്ടിയിട്ടുണ്ട്, ഇത് മതി എന്ന് വിചാരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ കസ്റ്റമൈസേഷൻ ഏതൊക്കെ രൂപത്തിൽ വേണോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മളൊരു ആവറേജ് ലെവലിൽ എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ലേ ഔട്ടിൻ്റെ ഒരു പേഴ്സണാലിറ്റി നോക്കിയിട്ട് വേണം ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ ഇൻസൈഡ് ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല തൽക്കാലം. ഔട്ട് സൈഡ് 1.27 ഉള്ളത് ഞാനൊരു 8 ആക്കി കൊടുക്കുക. ഓക്കെ, കുറച്ചുള്ളോട്ടായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പേജിൻ്റെ ഒരു വ്യൂ മൊത്തത്തിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിനകത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇനി നമുക്കിതിനകത്ത് കോളം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 3 കോളം വരുന്നൊരു ലേഔട്ടാണ് 2 പേജിലേക്കും കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും ഞാൻ ഇവിടെ പോയിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ലേഔട്ടിൽ വന്നിട്ട് മാർജിൻ ആൻഡ് കോളം എന്നുള്ളിടത്ത് ഇവിടെ കോളം എന്നുള്ളിടത്തൊരു 1 നമ്പർ കാണുന്നത്, അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു 3 കൊടുക്കുന്നു.
ഇവിടെ ഈ ഒരു കോളത്തിൻ്റെ ഇടയിൽ വരുന്ന ഈ ഗ്യാപ്പ്, ഇതിനാണ് നമ്മൾ ഗട്ടർ എന്ന് പറയാം. അപ്പോൾ ഇതൊരു മാഗസിൻ ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഗട്ടർ കൊടുക്കുന്നുണ്ട്. കാരണം ടെക്സ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് കാണുന്നത് വായനക്കാരനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടോട്ടൽ അപ്പിയറൻസിനൊക്കെ ബോറായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ട വൈറ്റ് സ്പേസ് കൊടുത്തിട്ട് വേണം നമ്മളൊരു പേജ്, അതിന് മാഗസിൻ ആവണമെന്നില്ല, എനി കൈൻഡ് ഓഫ് ഡിസൈൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വൈറ്റ് സ്പേസ്, റിലാക്സിങ് സ്പേസ്, ബ്രീത്തിങ് സ്പേസ് എന്നൊക്കെ പറയുന്ന സംഭവം കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് കാണുന്ന ആളിന് അല്ലെങ്കിൽ അത് റീഡ് ചെയ്യുന്ന ആൾ അതിൻ്റെ കൃത്യമായ ഓഡിയൻസിന് അത് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഗട്ടർ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പോയിൻ്റ് 8 കൊടുത്ത് നോക്കാം. പോരാന്ന് തോന്നുന്നു. പോയിൻ്റ് 7 നമുക്ക് ജസ്റ്റ് ഒന്ന് വെക്കാം. ഇനി നമുക്ക് വെച്ച് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഓക്കെ പ്രസ് ചെയ്യാണ്. അപ്പോൾ നമുക്കിപ്പോൾ സ്പ്രെഡ് കിട്ടി, നമ്മൾ മാർജിൻ സെറ്റ് ചെയ്തു, അതുപോലെ തന്നെ കോളം സെറ്റ് ചെയ്തു. ഇനി ഇതിൽ നമുക്ക് കൊണ്ടുവരാനുള്ളത് ഒന്ന് ഇതിൻ്റെ ബോഡി മാറ്റർ, മെയിനായിട്ട് വരുന്ന മാറ്റർ, പിന്നെ അതുപോലെ തന്നെ സലീം കുമാറിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എടുത്തിട്ടുള്ളൊരു ഫോട്ടോ, അത് ചാറ്റ് GPT ഇട്ടിട്ട് ഒന്നും കൂടെ എൻഹാൻസ് ചെയ്തെടുത്തിട്ട് ഒരു കുറച്ച് ക്ലാരിറ്റിയുള്ളൊരു ഫോട്ടോ ആക്കിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു ടൈറ്റിൽ വരും, ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട്. ആദ്യം ഞാൻ സലീം കുമാറിൻ്റെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ ഫോട്ടോ ഇപ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് നമുക്ക് ഫോട്ടോ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് 1-2 കാര്യങ്ങൾ പരിഗണിക്കണം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നൊരു രീതി, ഇപ്പോൾ ഇതിൽ തന്നെ എടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു കുറച്ചൊരു ഫ്രെയിം ഔട്ടായിട്ടുള്ള ചെറിയ മുഖം കാണുന്ന കുറച്ച് ദൂരെ നിന്നൊക്കെ ഇങ്ങനെ നടന്നു വരുന്നൊരു സലീം കുമാറിനെ വെച്ചാലോ എന്നുള്ളത്. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് സലീം കുമാർ കൃത്യമായിട്ട് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. കുറേ ദൂരെ നിന്ന് ഇങ്ങനെ സലീം കുമാർ നടന്നു വരുന്ന ഒരു സീനാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നതല്ല. അങ്ങനെ ഒരു പിക്ചറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കോൺസെപ്റ്റ് വൈസിൽ ഒരു പക്ഷേ ഓക്കെ ആയിരിക്കാം. പക്ഷേ സലീം കുമാർ എന്ന വ്യക്തിയെ നമുക്കിവിടെ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ പേജ് കാണുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് സലീം കുമാറിനെ കുറിച്ചിട്ടുള്ള ഒരു പേജാണ് ഇതെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ആ ഒരു ടോണിലേക്ക് കൊണ്ടുവരണം. ആസ് എ ഡിസൈനർ എന്നുള്ളത് എൻ്റെ തിങ്കിങ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ എൻ്റെ തോട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടെ ഒരു സൂം ഇൻ ആയിട്ട് വരുന്ന, കുറച്ചും കൂടെ ഒരു ഫേസിന് കൂടുതൽ എന്താ പറയുക വിസിബിലിറ്റി വരുന്നൊരു ഫോട്ടോ വെക്കാമെന്ന് കരുതി ഈ ഒരു ഫോട്ടോ ആണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഒരു ഇമേജ് ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോട്ടോഷോപ്പ് ഫയലായിട്ട് ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഈ PSD ഫയൽ നേരെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഓക്കെ, ഞാനിത് ഇവിടെ അത്യാവശ്യം സൈസിൽ തന്നെ ഒന്ന് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ബോർഡറും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് അലൈൻ ചെയ്ത് വെച്ചു. സോറി, നമ്മളിതിന് ബ്ലീഡ് ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ബ്ലീഡ് പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് ഞാൻ ബ്ലീഡൊന്നും വെച്ചിട്ടില്ല. എനിവേ നമുക്ക് ബ്ലീഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എഡിറ്റിൽ വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫയലിൽ വന്നിട്ട് ഡോക്യുമെൻറ്റ് സെറ്റപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതിനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ബ്ലീഡ് ആൻഡ് സ്ലഗ്, അപ്പോൾ ഇതിൽ വന്നിട്ട് ബ്ലീഡാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു 3.3 കൊടുക്കാം. ഓക്കെ, ഒന്ന് പ്രിവ്യൂ ഇട്ട് നോക്കാം. യെസ്, ഇതിൽ നിൽക്കട്ടെ. ഓക്കെ, പ്രസ് ചെയ്തു. ഇനി ഈ ബ്ലീഡിലേക്ക് നമുക്ക് ഈ ഫോട്ടോ ഇറക്കി വെക്കണം. കാരണം ബ്ലീഡ് വെക്കുന്ന സമയത്താണ്, ബ്ലീഡ് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ മാർജിൻ്റെ പുറത്തേക്ക് വരുന്ന ഇത്തരത്തിലുള്ള ആർട്ട് വർക്കുകൾ കട്ട് ചെയ്യുന്ന സമയത്ത്, പേജിൻ്റെ പ്രിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കട്ട് ചെയ്യുന്ന സമയത്ത് മെഷീൻ്റെ ബ്ലേഡ് എന്തെങ്കിലും ബൈ ചാൻസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാൽ അവിടെ ഒരു വൃത്തികേട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലീഡ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ബ്ലീഡിലോട്ട് ഇമേജ് ഇറക്കി വെച്ചതുകൊണ്ട് ബൈ ചാൻസ് നമ്മൾ പ്രിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കട്ടിങ് മെഷീനിലേക്ക് കയറ്റി കഴിഞ്ഞ് ഈ മെഷീൻ കട്ട് ചെയ്യുന്ന സമയത്ത് ബ്ലേഡ് ഒന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ പേജിൻ്റെ ബോർഡറിൻ്റെ പുറത്തേക്ക് ഒരു അനക്കം കയറി കഴിഞ്ഞാൽ ഇവിടെ വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. അഥവാ നമ്മളിവിടെ ഈ ബ്ലീഡിലേക്ക് ഇമേജ് ഇറക്കി വെച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഇമേജിൻ്റെ എഡ്ജ് ഉണ്ടാവുക അല്ലേ. എഡ്ജ് ഈ പേജിൻ്റെ ബോർഡറിലോട്ട് കയറി കിടക്കുകയാണ്. ഇങ്ങോട്ട് നമ്മൾ ബ്ലീഡിലേക്ക് ഇറക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കട്ടിങ് ബൈ ചാൻസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഒരനക്കം ഒന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ വൈറ്റ്, നമ്മുടെ ബാലൻസ് പേപ്പറിൻ്റെ ആ ഒരു വൈറ്റ് കളർ ഇവിടെ കാണും. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലീഡിലോട്ട് എന്ത് ചെയ്യുന്നത്, ഇറക്കി വെക്കുന്നത്. അപ്പോൾ കട്ടിങ് മാക്സിമം സംഭവിക്കുക ഈ പേജിൻ്റെയും ബ്ലീഡിൻ്റെയും ഇടയിലുള്ള ഏതെങ്കിലും ഒരു സ്പേസിലായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ബ്ലേഡ് അങ്ങോട്ടും ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വൈറ്റ് പേപ്പർ കാണൂല. കാരണം നമ്മൾ ഇമേജ് ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇമേജിൻ്റെ ബാക്കിയായിട്ടുള്ള ഏരിയ തന്നെയാണ് നമുക്ക് പ്രിൻറ്റിങ്ങിലും കാണാൻ പറ്റുക. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എനിവേ ഞാനിതിങ്ങനെ വെച്ചു. ഇനി എനിക്ക് ഇമേജ് ഒന്ന് വലുതാക്കണമെങ്കിൽ ഒന്നുകിൽ ഞാൻ ഇങ്ങനെ ബോർഡർ വലുതാക്കിയിട്ട് ഇതിനകത്തേക്ക് ഫ്രെയിം ഫിറ്റിങ് കൊടുത്താൽ മതി.
ഇവിടെ വന്നിട്ട് ഫ്രെയിം ഫിറ്റിംഗ് കൊടുത്താൽ മതി. അതിനേക്കാളും ഒന്നും കൂടെ നമുക്കൊരു കൺട്രോൾ കിട്ടുക. അപ്പോൾ ഞാനിവിടെ ഇമേജ് സെലക്ട് ചെയ്തു. ഈ ബ്ലൂ കളറിലുള്ള ബോർഡർ പിടിച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോളും ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ എൻലാർജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊപ്പോർഷനലി ഇമേജ് വലുതാകും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ലെവലിലാണ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ക്ലാരിറ്റി നമുക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഡിസ്പ്ലേ പെർഫോമൻസിൽ വന്നിട്ട് ഹൈ ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ക്ലാരിറ്റി അതിൻ്റെ ഒറിജിനൽ ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും. ഈ ഇടയ്ക്ക് W ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് ഇതിൻ്റെ ഒരു അടിപൊളി കട്ടൗട്ട് വ്യൂ ഇങ്ങനെ കിട്ടും. നമുക്ക് ഈ മാർജിനും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്തിട്ടുള്ള വ്യൂ ഇങ്ങനെ കിട്ടും. ഓക്കെ, എന്നിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു റെക്റ്റാങ്കിൾ ഞാനിവിടെ വരയ്ക്കുകയാണ്. റെക്റ്റാങ്കിൾ ഈ ഒരു ടൂൾ എടുത്താൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് കീ ഉണ്ട്, എം പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് ഇതിനൊരു യെല്ലോ കളർ ഇവിടെ ഫില്ലുണ്ട്. ഈ ഫില്ലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കളർ ബോക്സ് ഓപ്പൺ ആകും. ഇവിടെ വന്നിട്ട് ഞാൻ ഈ യെല്ലോ കൊടുത്തു. യെല്ലോ എനിക്ക് അത്ര അങ്ങോട്ട് പിടുത്തില്ല, ഇത്ര യെല്ലോ വേണ്ട, നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു റെഡിലേക്ക് ചെറുതായിട്ട് മിക്സ് ചെയ്യുന്നൊരു യെല്ലോ ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ യെല്ലോയിൽ നിന്ന് തന്നെ പുതിയൊരു കളർ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ പ്രസ് ചെയ്തു. അപ്പോൾ ഇതേ സെയിം യെല്ലോ ഇവിടെ കോപ്പി ആയിട്ടുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പാനൽ വരും. ഇവിടെ നമുക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്ത് പുതിയ കളർ ക്രിയേറ്റ് ചെയ്യാം. യെസ്, ഇരിക്കട്ടെ, സെലക്ട് ചെയ്തു. ഇനി ഈ യെല്ലോയുടെ ടിൻറ്റ് ഒപ്പാസിറ്റി ഞാനിന്നിവിടെ ഡൗൺ ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ബാക്ക്ഗ്രൗണ്ടിലേക്ക് പുഷ് ചെയ്യാണ്. ബാക്ക്ഗ്രൗണ്ടിലേക്ക് പുഷ് ചെയ്യാനുള്ള ഷോർട്ട് കീ ഞാൻ വേണമെങ്കിൽ സ്ക്രീനിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബാക്ക്ഗ്രൗണ്ടിനകത്ത് ഞാൻ ഇതിനൊരു ചലച്ചിത്രവുമായി ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഒരു ഫിലിമുമായി ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ ഫിലിം റോൾ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഫ്രീ പിക്കിൽ പോയിട്ട് ഒരു വെക്ടർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരാം നമുക്ക്. ഓക്കെ, ഇതാണ് ആ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വർക്ക്, ആ ഒരു എലമെൻറ്റ്, ഡിസൈൻ എലമെൻറ്റ്. ഇപ്പോൾ ഇത് ഞാൻ എനിക്ക് വേണ്ട രൂപത്തിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി എടുക്കുന്നുണ്ട്. എനിക്ക് വേണ്ടത് ഈ ഒരു പോർഷൻ മാത്രമാണ് കേട്ടോ, ഈ ഒരു ഏരിയ മാത്രം. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഞാനിവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു, നേരെ ഇൻഡിസൈനിലോട്ട് വന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. നമുക്ക് വെക്ടറായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. എത്ര സൂം ചെയ്താലും നമുക്ക് ആ ഒരു ക്ലാരിറ്റി മിസ്സാവില്ല. അപ്പോൾ അതാണ് നമുക്കിതിൻ്റെ ഒരു ഇല്ലുസ്ട്രേറ്ററിന് ഇത്തരം സംഗതികളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഓവർ ആർട്ട് വർക്കുകളൊക്കെ, ഈ ഇല്ലുസ്ട്രേഷൻ ബേസുള്ള ആർട്ട് വർക്കുകളൊക്കെ ഇല്ലുസ്ട്രേറ്ററിൽ ചെയ്തിട്ട് നമുക്കിതിലേക്ക് കൊണ്ടുവന്നാൽ മതി. അതിൻ്റെ ഡെഡിക്കേറ്റഡ് ടൂളാണ് ഇല്ലുസ്ട്രേറ്റർ. അപ്പോൾ അത് നമുക്ക് ആ രൂപത്തിൽ യൂസ് ചെയ്തിട്ട് ലേഔട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങോട്ട് നേരെ ഈ രൂപത്തിൽ കൊണ്ടുവന്നാൽ മതി. ഞാനിതിൻ്റെ ഒരു ഏരിയയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ഇമേജ് റീസൈസ് ചെയ്യുന്നതൊക്കെ നേരത്തെ കാണിച്ചെന്ന പോലെയാണ് കേട്ടോ. ഇമേജ് ആയാലും ഇങ്ങനത്തെ വെക്ടറുകളാണെങ്കിലൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ റീസൈസ് ചെയ്ത് എടുക്കാം. ഞാൻ ഈ ബ്ലീഡിലോട്ട് തൽക്കാലം ഇത് ഇറക്കി വെക്കുന്നില്ല, കാരണം ഇറക്കി വെക്കുമ്പോൾ നമുക്ക് അത്ര ഏരിയ ഇവിടെ ആർട്ട് വർക്ക് മിസ്സായി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ഇവിടെ പുതിയൊരു ബ്ലാക്ക് ഷേപ്പ് ആഡ് ചെയ്തിട്ട് ബ്ലീഡ് നമുക്ക് അങ്ങനെ ഒന്ന് ഫില്ലപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഈ സലീം കുമാറിൻ്റെ ഫോട്ടോ ഞാനിങ്ങോട്ട് മുകളിലോട്ട്, ഇതിൻ്റെയും മുകളിലോട്ട് കൊണ്ടുവരികയാണ്. ഇനി ഞാനിപ്പം ഇവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് റെക്റ്റാങ്കിളും ഈ ഷേപ്പും കൂടെ ഒരു ഗ്രൂപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒറ്റന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടിൻ്റ് ഒന്നിവിടെ വന്നിട്ട് ഞാൻ ഒപ്പാസിറ്റി ഒന്ന് കുറച്ചു. ഇവിടെ ഒപ്പാസിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബ്ലെൻഡിങ് മോഡ് ഒന്ന് മാറ്റി കൊടുക്കാം. ഞാൻ മൾട്ടിപ്പിൾ ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ അതിലേക്ക് സിങ്ക് ചെയ്ത് കിടന്നോളും. ഇതേ സാധനം ഞാൻ മുകളിലോട്ടും വെക്കുന്നുണ്ട്. മുകളിലോട്ട് വെക്കുമ്പോൾ നമ്മളൊന്ന് ഫ്ലിപ്പ് ചെയ്യണം, കാരണം ഈ ഏരിയയിലാണ് നമ്മൾ ആ റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പുറത്തേക്കായിട്ട് തന്നെ കാണണം. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഫ്ലിപ്പ് ചെയ്തു. ഇത് ഈ പുറംഭാഗത്തെ ബ്ലീഡിലേക്ക് തന്നെ ഇറങ്ങി നിൽക്കണം. യെസ്, നമ്മളൊന്ന് W ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കിതിൻ്റെ ഒരു പ്രിവ്യൂ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്നും കൂടെ ഒന്ന് കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് മാറ്റർ കൊണ്ടുവരാം. മാറ്റർ ഞാനിവിടെ ഒരു ഡെമോ മാറ്റർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ എടുക്കുന്നത്. കുറ്റി പെൻസിലിൽ ഞാനിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കോപ്പി ചെയ്യുന്നു, ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഈ ഒരു കോളം ബേസ് ചെയ്തിട്ട് ഞാനൊരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാണ്.
ടി നെക്കിയിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഇങ്ങനൊരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഞാനിതിവിടെ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഫോണ്ട് കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഫോണ്ട് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചതുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ഞാൻ വേറൊരു എൻ്റെ വർക്ക് ഫയൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബോക്സാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്. ഇതാണ് ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റ് ബോക്സ് ഞാൻ ഈ ഒരു ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റൈല് നമുക്ക് ഇതിൽ കിട്ടും. ഈ ഒരു ഡോക്യുമെൻറ്റിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക് ഇമ്പോർട്ട് ആവും. അപ്പോൾ ഞാനിത് മറ്റൊരു ഫയലിൽ നിന്ന് ഡോക്യുമെൻറ്റിൽ നിന്ന് ഞാനിത് ഇങ്ങോട്ട് കൊണ്ടുവന്നതോട് കൂടിയിട്ട് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പാരഗ്രാഫ് സ്റ്റൈൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഡോക്യുമെൻറ്റിനകത്ത് കാണാൻ പറ്റും. ഇതിനകത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട് ആവും. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഈസിയാണ്. നമുക്കിപ്പോൾ ഈ ഒരു ടെക്സ്റ്റിലേക്കാണ് ആ സ്റ്റൈല് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്യുന്നു. ഈ ബോഡി ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ കൺട്രോൾ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഞാനത് ഇതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഷോർട്ട് കീ ആണ്. അതിക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് പാരഗ്രാഫ് സ്റ്റൈൽ ഇവിടെ അപ്ലൈ ആകും. അപ്പോൾ ഞാൻ തൽക്കാലം അങ്ങനെ ഷോർട്ട് കീ പ്രസ് ചെയ്യുന്നില്ല, നേരെ ബോഡി ടെക്സ്റ്റിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഈ ഒരു ഭയങ്കരമായ ഗ്യാപ്പ് വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഇവിടെ ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് എന്ത് ചെയ്യണം, നമ്മൾ മലയാളമാക്കി കൊടുക്കണം. ഇത് യൂണിക്കോഡ് ഫോണ്ടിലാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഫുൾ ജസ്റ്റിഫൈ ആയിട്ടുള്ള അലൈൻമെൻ്റ് ആണ്. ഞാനിതിനെ ലെഫ്റ്റ് അലൈൻമെൻറ്റിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. Ctrl+Shift+L. ഓക്കെ. എന്നിട്ട് ഇവിടെ റെഡ്, ഇപ്പോൾ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ എൻഡിലൊരു ഈ ഒരു റെഡ് ബോക്സ് കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം ഇതിന് ശേഷവും എന്തുണ്ട്, ഇതിനകത്ത് ടെക്സ്റ്റുകളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അടുത്ത ഒരു കോളം ഇവിടെ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബോക്സ് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ ടെക്സ്റ്റ് ബോക്സും ക്രിയേറ്റ് ആവുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നേരെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അടുത്തത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഇവിടെ കൊടുക്കാം. ഇവിടെ നമുക്ക് അടുത്തൊന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഓരോ ടെക്സ്റ്റ് ബോക്സുകൾക്കും ഒരു കണക്ഷൻ ഉണ്ട്. ഇതിൻ്റെ ബാക്കിയാണ് ഇവിടെ വരുന്നത്, ഇതിൻ്റെ ബാക്കിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു കണക്ഷൻ നമുക്കിങ്ങനെ ടോട്ടലി എന്ത് ചെയ്ത് പോകാൻ പറ്റും, ഈ ഒരു ഡോക്യുമെൻറ്റ് മൊത്തത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ മൊത്തത്തിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. എത്രത്തോളം കോണ്ടൻറ്റ് ഉണ്ടോ ബാലൻസ് വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോയാൽ മതി. ഇനി നമുക്ക് വെറും എന്താ പറയുക, ട്യൂട്ടോറിയൽസിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ മൊത്തം എന്താ പറയുക കോളത്തിലേക്ക് ഇത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും, ഈ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്കത് ആവശ്യമില്ല, കാരണം ഞാനിവിടെ 1-2 കോളത്തിൽ മാത്രം അല്ലെങ്കിൽ 2-3 കോളത്തിൽ മാത്രം ഞാനിവിടെ കോണ്ടൻറ്റ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എനിവേ നമുക്കിവിടെ ഇത് കുറച്ചും കൂടെ ഇങ്ങോട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാം. സലീം കുമാറിൻ്റെ ഫോട്ടോ ഒരനക്കൊന്ന് ഞാൻ ഇങ്ങോട്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ നീല ലൈന് കാണുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ Ctrl+H പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡ് ആകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് ഇനി ടൈറ്റിൽ ആഡ് ചെയ്യാനുണ്ട്. ടൈറ്റിൽ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അരങ്ങൊഴിഞ്ഞു കഥാപാത്രങ്ങളിലൂടെ അനശ്വരനായ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിലാണ് ഉദ്ദേശിക്കുന്നത്. ഈ അരങ്ങൊഴിഞ്ഞു എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇത് ഞാനിവിടെ അത്യാവശ്യം സൈസ് കൂട്ടിയിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ ഫോണ്ട് MLU കവിത എന്ന് പറയുന്നൊരു ഫോണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യെസ്. ഈ ബൗണ്ടിങ് ബോക്സിന് ഞാനിതിൻ്റെ അടുത്ത് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ Ctrl+Shift പ്രസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ എൻലാർജ് ചെയ്യാണ്. സലീം കുമാറിൻ്റെ ഫോട്ടോ ഈ ഒരു ടെക്സ്റ്റിൻ്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്ത് വരുന്നൊരു രീതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഫോട്ടോൻ്റെ പ്രൊജക്ഷന് അതിനൊരു ഒന്നും കൂടെ ലൈഫ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ പ്ലേസ് ചെയ്യുന്നത്. യെസ്. ഓക്കെ. ഞാൻ ഇതിൻ്റെ എഡിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫോട്ടോ ഞാൻ വീണ്ടും ടോപ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ടെക്സ്റ്റിൻ്റെ കളറ് ഇതിലേക്ക് ഒന്ന് സിങ്ക് ആവുന്നൊരു കളറ് ഇപ്പോൾ ഈ മുഖത്തുനിന്ന് നമുക്ക് കളറൊന്ന് പിക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാനത് സെലക്ട് ചെയ്യുന്നു. ഈ ഐഡ്രോപ്പർ ടൂൾ എന്ന് പറയുന്ന ഈ ടൂള് സെലക്ട് ചെയ്യുക. നമ്മൾ ഈ ഫേസിൻ്റെ എവിടെയെങ്കിലും നമുക്ക് കുറച്ചൊരു ഡാർക്കിഷ് ആയിട്ടുള്ളൊരു കളറും കൂടെ നമുക്ക് ഈ ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് വിസിബിലിറ്റി ആക്കുന്ന ഏതെങ്കിലും ഒരു കളർ ടിൻറ്റ് ഈ ഒരു ഫേസിൽ നിന്ന് എടുക്കാം. ഇത് പറ്റ ഡിമ്മാണ് കളറ്. നമുക്കൊന്നും കൂടെ ഒന്നൊരു ബ്രൗണിഷ് ആയിട്ടുള്ളൊരു സംഭവം എടുക്കാം. യെസ്. കുറച്ചും കൂടെ ഒന്ന് ലൈറ്റാക്കാം. ഓക്കെ, ഇതിലിക്കട്ടെ. അപ്പോൾ ഈ ഒരു ടൈറ്റിലാണ്, ഇങ്ങനെയാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ സെക്കൻഡ് ലൈന് തേർഡ് ലൈനായിട്ട് കൊടുക്കാനുള്ളതാണ്. ഇത് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട്
നമുക്കിതിന് ടെക്സ്റ്റ് ബോക്സ് കുറച്ചുകൂടെ ഒന്ന് മുകളിലോട്ട് അലൈൻ ചെയ്യാം. ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ താഴത്തേക്ക് വെക്കാം. എന്നിട്ട് ഞാനിവിടെ പുതിയൊരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് അത് പേസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള സ്പേസിങ്ങൊക്കെ ഇവിടെ വന്നിട്ട് പാരഗ്രാഫിൻ്റെ സെറ്റിങ്സിൽ വന്നിട്ട് ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫോണ്ട് ഞാൻ പ്രകാശ് എന്ന് പറയുന്നൊരു ഫോണ്ട്, MLU പ്രകാശ്. ഇതിൻ്റെ ലൈൻ സ്പേസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നേരത്തെ നമ്മൾ എൻലാർജ് ചെയ്ത പോലെ ടെക്സ്റ്റ് ബോക്സ് അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് Ctrl+Shift പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എൻലാർജ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്, സൈസ് കൂട്ടുന്നുണ്ട്. ഓക്കെ, ഫോണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് മാറ്റുന്നുണ്ട്. ഈ ഒരു സംഭവമൊക്കെ ഇതിൽ എത്ര കണ്ടൊരു പെർഫെക്ഷൻ കിട്ടുന്നില്ല. ഞാൻ MLU പ്രകാശ് എന്നുള്ളത് ഇതിലേക്കട്ടെ, MLU ലാഗാക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കുറച്ചൊന്ന് സൈസ് ഒന്ന് ബാലൻസ് ചെയ്ത് ലെവൽ ചെയ്തിട്ട് ഇങ്ങോട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് W പ്രസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ടോട്ടൽ വ്യൂ എന്നുള്ളത്. ഒന്നിങ്ങോട്ട് കുറച്ചൊന്ന് താഴ്ത്തി, ഈ ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റീഡബിലിറ്റിക്ക് വലിയൊരു തകരാറ് സംഭവിക്കാത്ത രൂപത്തിൽ നമ്മൾ ഓവർലാപ്പ് ചെയ്ത് വെക്കണം. അതേസമയം ചെറുതായിട്ട് ഓവർലാപ്പ് ചെയ്താൽ നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ല, കുറച്ചൊക്കെ ഒന്ന് ഓവർലാപ്പ് ചെയ്ത ഫീൽ കിട്ടണം. എന്നാൽ അതേസമയം നമുക്കത് ടെക്സ്റ്റ് റീഡബിലിറ്റി മിസ്സാവാനും പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ കാണിച്ച മോഡൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഞാൻ ഈ മെയിൻ ബോഡി മാറ്റർ വെച്ചിട്ടില്ല. ഇവിടെ ഞാനൊരു ഇൻട്രോ പോലുള്ള അല്ലെങ്കിൽ ഒരു ബ്ലർബ് പോലുള്ള ഒരു മാറ്ററാണ് ഞാൻ കാണിച്ച സാമ്പിൾ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്നും കൂടെ ഇവിടുന്ന് റീക്രിയേറ്റ് ചെയ്യാം. അവിടുത്തെ ആ ടെക്സ്റ്റ് ബോക്സ് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ഏരിയ ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി എടുക്കുകയാണ്. ഇതൊക്കെ തീർത്തും എന്താ പറയുക, എഡിറ്റോറിയൽ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഡിസൈൻ വൈസിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതല്ല. അതിൻ്റെ ഏത് ബ്ലർബ് എടുക്കണം, ഏത് ഹൈലൈറ്റ് കൊടുക്കണം എന്നുള്ളതൊക്കെ എഡിറ്റേഴ്സ് അവർ പറഞ്ഞോളൂ. ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതിനകത്ത് ആ ഒരു ഏരിയ മാത്രം ഞാനിവിടെ കൊണ്ടുവന്നു. ഇതിൻ്റെ ഫോണ്ട് കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. കാരണം ഇത് എന്താണ്, ബ്ലർബാണ് അല്ലെങ്കിൽ ഇൻട്രോ പോലുള്ള കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്ന സംഭവമാണ്. അപ്പോൾ ബോഡി മാറ്ററിൻ്റെ അതേ സ്റ്റൈലല്ല നമ്മളിവിടെ കീപ്പ് ചെയ്യേണ്ടത്. കുറച്ചും കൂടെ അതിൽ നിന്ന് എടുത്ത് കാണിക്കുന്ന മറ്റൊരു സ്റ്റൈലായിരിക്കണം നമ്മളിതിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇതിന് ടൈറ്റിലിന് യൂസ് ചെയ്ത ആ ഒരു ഫോണ്ട് തന്നെ യൂസ് ചെയ്യാം, MLU ലേഖ. ഇതിൻ്റെ സൈസ് ഇവിടെ 11 ഉള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ച് സൈസ് കൂട്ടാം. നേരത്തെ പറഞ്ഞ പോലെ ഹൈലൈറ്റ് ചെയ്യുന്നൊരു ഏരിയയാണ്. 11 ഉള്ളത് ഞാൻ 13 ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഫസ്റ്റിലുള്ള ഈ ഒരു സ്പേസ് നമുക്കിവിടെ പാരഗ്രാഫിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഐക്കൺ കാണാം, ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ് എന്ന് പറയുന്ന ഈ സംഭവം, ലെഫ്റ്റ് ഇൻഡൻറ്റ്. ഇത് ഞാനിവിടെ 0 കൊടുക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പ് അവിടെ മിസ്സായിട്ട് ആ ഗ്യാപ്പ് ഒന്ന് ഡിലീറ്റ് ആയി പോകുന്നുണ്ട്. ഇനി ഇത് നമുക്കിവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് നോക്കാം എത്രത്തോളം വൃത്തിയുണ്ട് എന്നുള്ളത്. ഞാനിതിൻ്റെ ഒരു ബോൾഡ്നെസ് കുറച്ചൊന്ന് കുറച്ചാലോ എന്ന് തോന്നാം. ബോൾഡ് വേണ്ട, റെഗുലർ ഇട്ട് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ 14.3 ഉള്ളത് ഞാൻ 14 മതി. ഇതിൻ്റെ ഈ ഒരു ബ്ലാക്ക് ടിൻറ്റ് ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഫില്ലിൽ വന്നു കഴിഞ്ഞാൽ ഈ ടിൻറ്റ് 100 എന്നുള്ളടുത്ത് കുറച്ച് കൊടുക്കുക, ഒരു 78 കൊടുത്ത് നോക്കാം. ഓക്കെ, ഇനി എനിക്ക് തോന്നുന്നത് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കാണിച്ച മോഡലുള്ളത് ഇത്ര യെല്ലോയിഷ് അല്ല. കുറച്ചൊന്ന് ഇതിൻ്റെ കളർ കുറക്കാം. നമുക്കൊരു ഒപ്പാസിറ്റി ഉള്ളത് 32 ഉള്ളത് ഒരു 25 അല്ലേ. ഓക്കെ, ഇതിൽ നിൽക്കട്ടെ. അടുത്തത് നമുക്ക് ഇതിൻ്റെ ഏറ്റവും തുടക്കത്തിലുള്ള ഈ മാ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ സൈസ് ഒന്ന് വലുതാക്കണം അല്ലേ. ഡ്രോപ്പ് ക്യാപ്പ് എന്നാണ് അതിന് ഇൻഡിസൈനിൽ പറയാം. നിങ്ങൾ ചില ആളുകളൊക്കെ അത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ലെഫ്റ്റ് ഇൻഡൻറ്റ് സ്പേസ് നമുക്കൊന്ന് ഇവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത പാരഗ്രാഫിൽ എല്ലാ പാരഗ്രാഫ് തുടങ്ങുന്ന സമയത്തും ഇങ്ങനൊരു സെറ്റിങ്സ് ഞാൻ ഇവിടെ ഈ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. അത് എനിക്ക് ബാക്കിയുള്ള പാരഗ്രാഫിലൊക്കെ എനിക്കത് വേണം, ഫസ്റ്റത്തേൽ എനിക്കത് വേണ്ട. അപ്പോൾ ഒന്നെങ്കിൽ പുതിയൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതില്ലാത്ത രൂപത്തിൽ എനിക്ക് ഫസ്റ്റത്തെ പാരഗ്രാഫിന് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് പൊതുവെ ചെയ്യാറ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു 2 കോളത്തിലുള്ള കേസല്ലേ ഉള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ഇൻഡിവിജ്വലി ഇവിടെ വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് വായിക്കാൻ പറ്റും. ഫസ്റ്റ് ലൈൻ ലെഫ്റ്റ് ഇൻഡൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ, ഇത് ഞാനിവിടെ 0 കൊടുത്തു. ഓക്കെ, അത് പോയിട്ടുണ്ട്. ഇനി ഇതിന് ഡ്രോപ്പ് ക്യാപ്പ് കൊടുക്കണം. ഡ്രോപ്പ് ക്യാപ്പ് കൊടുക്കണമെങ്കിൽ പാരഗ്രാഫിലുള്ള സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, ഡ്രോപ്പ് ക്യാപ്പ് നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത്. എത്ര ലൈൻസാണ് നമുക്ക് ഈ ഡ്രോപ്പ് ക്യാപ്പിൽ നിൽക്കേണ്ടത്, ഈ ഒരു എത്ര ലൈൻസ് കവർ ചെയ്തിട്ട് വേണം ഈ ഫസ്റ്റ് ലെറ്റർ നമുക്ക് വലുതാക്കി വെക്കാൻ എന്നുള്ളതാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ 3 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, 3 ലൈൻസിലേക്ക് എന്ത് ചെയ്തു, ഈ ഒരു മ എന്ന് പറയുന്ന ലെറ്റർ എൻലാർജ് ചെയ്ത് വലുതായിട്ട് വന്നു. അപ്പോൾ നമുക്ക് ഇതിന് 3 ഇവിടെ ഒരു 5 കൊടുത്താൽ കുറച്ചും കൂടെ വലുതായി, ഭയങ്കര വലുതായി. അപ്പോൾ അത് നോക്കുക, ഒരു നമുക്ക് വേണ്ട രൂപത്തിൽ. ചിലത് ഭയങ്കര വലുതായിട്ട് കൊടുക്കുന്നതൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ ഡിസൈൻ്റെ ഒക്കെ ഒരു എസ്തെറ്റിക് ലുക്കൊക്കെ പരിഗണിച്ചിട്ട് നമ്മളുടെ ഒരു ക്രിയേറ്റീവ് കോമ്പോസിഷനൊക്കെ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് നമ്മളതൊക്കെ നോക്കണം. ഇപ്പോൾ ഒരു ചെറിയൊരു കോളത്തിലേക്ക് നമ്മൾ അത്ര വലിയ സൈസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് ബോറായിരിക്കും. അപ്പോൾ അതൊക്കെ പരിഗണിച്ചിട്ട് വേണം നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. തൽക്കാലം ഞാനിവിടെ ഒരു 3, എൻ്റെ ഈ ഒരു ലേഔട്ടിന് ഭാഗമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 3 ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കളർ ഞാനിവിടെ മാറ്റുന്നുണ്ട്. വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് തൊട്ടടുത്ത് തന്നെ ഈ ലെറ്റർ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഇവിടെ വന്നിട്ട് അടുത്തൊരു ക്ലിക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാത്രം സെലക്റ്റായി. ഇവിടെ വന്നിട്ട് ഞാൻ ഈ ഒരു കളറാണ് പിക്ക് ചെയ്യുന്നത്. കളർ പിക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഐ ഡ്രോപ്പർ ടൂൾ എടുത്തിട്ടാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്. ഞാൻ നേരെ ഈ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോണ്ടും കളറും എല്ലാം കൂടെ അങ്ങോട്ട് അപ്ലൈ ആകും. നമുക്കതല്ല വേണ്ടത്, എനിക്ക് ഈ കളർ മാത്രം സെലക്ട് കിട്ടിയാൽ മതി. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നും കൂടെ എടുക്കുന്നുണ്ട്, ഷിഫ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ട് ഐ ഡ്രോപ്പർ ടൂൾ എടുക്കുക, ഷിഫ്റ്റ് സപ്പോർട്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കളർ മാത്രമാണ് ഇങ്ങോട്ട് എന്ത് ചെയ്ത് അപ്ലൈ ആയത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ ഒരു പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചൊരു ബ്ലാങ്ക് സ്പേസ് കാണാൻ പറ്റുന്നുണ്ടല്ലേ, അത് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ സലീം കുമാർ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട കോട്ടോ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഈ പേജിൻ്റെ ഡിസൈൻ ഒന്ന് ബാലൻസ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ പേജിൻ്റെ ഈ ഒരു മാറ്ററിനോട് മാച്ചായിട്ടുള്ളൊരു കോണ്ടൻറ്റ് നമുക്കവിടെ പ്ലേസ് ചെയ്യാനും പറ്റും. മാത്രമല്ല അത് ആ ഫോട്ടോയുടെ തൊട്ടടുത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ബെറ്റർ പ്ലേസ്മെൻറ്റ് കൂടെയാണത്. അപ്പോൾ നമുക്കത് അങ്ങനെ തന്നെ ഒന്ന് വെച്ച് നോക്കാം. ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാനിവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു, ഇതിവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ തൽക്കാലം ഇതിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റുന്നുണ്ട്. ഞാൻ ആ സ്പേസ് ഒന്ന് ഇവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട് ഫസ്റ്റിലുള്ള. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഫോണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ കൊട്ടേഷൻ്റെ ചിഹ്നം ഒന്ന് ഇവിടുന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനിത് ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കോട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, കുറച്ച് വലുതാക്കി കൊടുക്കുന്നുണ്ട്. തൽക്കാലം ഞാൻ അതിനെ ഷേപ്പാക്കി കൺവേർട്ട് ചെയ്യാണ്. കൺട്രോൾ ഷിഫ്റ്റ് ഓ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷേപ്പായി, ഫോണ്ടിൽ നിന്ന് കൺവേർട്ടായിട്ട് ഷേപ്പായി. ഇനി ഞാൻ കുറച്ച് സൈസ് ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് വലുതാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് ഈ രൂപത്തിൽ വലുതാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കാം. എന്നിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ ഫോട്ടോയിലുള്ള ഈ ഒരു റെഡിഷ് ടോണ് ഒന്ന് പിക്ക് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് റെഡായിക്കോട്ടെ. യെസ്, ഓക്കെ. ഇവിടെ ഞാൻ കളർ പിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ ഇതിലുള്ള പ്രധാനപ്പെട്ട ഈ സലീം കുമാറിൻ്റെ ഫോട്ടോയിൽ നിന്നാണ് പല കളറുകളും പിക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കളറിൻ്റെ ഒരു കോമ്പിനേഷൻ ബെറ്ററായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മളതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട എലമെൻറ്റ് അതിനോട് കണക്ട് ചെയ്യുന്ന രൂപത്തിൽ ടോട്ടൽ കളേഴ്സിന് കൊണ്ടുവരാം, അലൈൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കതിന് കോംപ്ലിമെൻ്ററി, ഇപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു എലമെൻറ്റിൻ്റെ കോംപ്ലിമെൻ്ററി കളേഴ്സുകൾ യൂസ് ചെയ്യാം. അതിൻ്റെ ഓൾ ഓവർ അപ്പിയറൻസിൽ ആ ഒരു കളർ ഫ്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഫീൽ ചെയ്യാൻ പറ്റണം. ഭയങ്കരമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത ഡിഫറെൻറ്റ് കളേഴ്സുകൾ യൂസ് ചെയ്തിട്ട് ഒരു ടോട്ടൽ ഡിസൈന് നിങ്ങൾ കോമ്പോസിറ്റ് ചെയ്ത് എടുക്കരുത്. ഓക്കെ, ഇനി നമുക്ക് ഏകദേശം നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു ലൈൻ ആഡ് ചെയ്യാൻ പോവാണ്. ഞാൻ അതിന് നമ്മുടെ ഈ റൂളറും കാര്യങ്ങളും മാർജിൻസൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ പെൻ ടൂൾ എടുത്തിട്ട് അവിടെ ഒരു പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ്, എന്നിട്ട് ഈ 1 പോയിൻറ്റിൽ ഞാൻ പോയിൻ്റ് 1 ആക്കുന്നുണ്ട്. വളരെ ലൈറ്റായിട്ടുള്ളൊരു ലൈന്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോസസ്സ് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈന് ഞാനൊന്ന് ഇങ്ങോട്ടും കൂടെ ഒന്ന് കോപ്പി ചെയ്ത് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പേജിൻ്റെ ഒരു ടോട്ടൽ ലുക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോട്ടോ ഗൂഗിളിൽ കിട്ടും, അത് നിങ്ങൾക്ക് GPT ത്രൂ എൻഹാൻസ് ചെയ്തെടുത്തിട്ട് ഈ രൂപത്തിലേക്ക് എടുത്ത് ഞാനിപ്പോൾ ഈ ചെയ്തൊരു പ്രോസസ്സ് നിങ്ങൾക്ക് അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം.